वालों शायद तुम लोग ये समझ नहीं पा रहे हो, ईवीएम्स हैक नहीं करते हैं प्रधानमंत्री लोगों के दिलों को हैक करते हैं। और ये लोग दुहाई देते हैं कि वो जो पुराने जमाने के दकियानूसी, वो जो चिट कागज पे लिखकर जो मतदान होता था वो सबसे अच्छा था। अब चुनाव आयोग ने तो निर्णय कर दिया, मगर मैं भी साहब थोड़ा ज्यादा सोचता हूँ। तो मैंने सोचा साला ये चुनाव आयोग कहता है कुछ नहीं हो रहा है, तो ये लोग आरोप क्यों लगा? मान्यवर, मेरे शब्द कोई ऐसे हो तो काट दीजिए। काट दिया राहुल जी। ഈ പൊട്ടന് ലോട്ടറി അടിച്ച സ്ഥിതിക്കാണ് ഈ കങ്കണ റൗത്തും പിന്നെ നമ്മുടെ നാട്ടിലെ കോവിയണ്ണനും ഒക്കെ ഈ പറഞ്ഞ പാർലമെന്റിൽ പോയിരിക്കുന്നു കേട്ടോ. ഇന്നലെ കങ്കണ റൗത്ത് ഒരു അതായത് ചർച്ചയ്ക്ക് വിട്ട് BJP MP നമ്മുടെ കങ്കണനെ ചർച്ചയ്ക്ക് വിട്ട് അവസാനം ഇവളെ വിട്ടത് തന്നെ വലിയ അബദ്ധമായി പോയല്ലോ എന്നുള്ള അവസ്ഥയിലെത്തിപ്പോയി BJP MP വരെ. അതായത് രാഹുൽ ഗാന്ധി SIR പറ്റിയാണ് സംസാരിച്ചതെന്ന് വിചാരിച്ചിട്ടാണ് കങ്കണ അവിടെ കിടന്നിട്ട് കണകുണ എന്തൊക്കെയോ കങ്കണ കൂടെ പറഞ്ഞു എന്നുള്ളതാണ് സത്യം. പറഞ്ഞതെല്ലാം ഒന്നിനൊന്ന് മണ്ടത്തരങ്ങളും വിട്ടിത്തരങ്ങളും ആയിരുന്നു. സത്യത്തിൽ ഇന്നലെ പാർലമെന്റിലെ ചർച്ച, ഇന്നലെ മെനിയാന്നായിട്ട് പാർലമെന്റിലെ ചർച്ചയിൽ ഈ SIR എന്നുള്ളതല്ലായിരുന്നു അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഡിസ്കഷൻ. അവിടുത്തെ ഡിസ്കഷൻ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിലെ പരിഷ്കരണങ്ങളെ പറ്റി അമിത്ഷാ വാതോരാതെ സംസാരിച്ചപ്പം അതിനെതിരെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഒക്കെ സംസാരം. ഇതിന് മറുപടി കൊടുക്കാൻ വന്ന ആളാണെങ്കിലോ നമ്മുടെ കണകുണ കുറെ പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും കോമഡി. ഏതായാലും കങ്കണയുടെ കണകുണ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. मोदी जी, मैं आपकी बहुत धन्यवादी हूँ कि आपने मुझे चुनावी सुधारों पर बोलने का मौका दिया है, खासकर इसलिए क्योंकि मैं एक नई सांसद हूँ, मुझे दूसरों का नहीं पता उनका कैसा अनुभव रहा, लेकिन पिछला ये 1 साल मेरे लिए खासकर विपक्ष से रिलेटेड जो है बहुत ही ज़्यादा चिंताजनक रहा है। एक तरह से ट्रोमैटिक मैं इसे कह सकती हूँ। हर दिन इन्होंने यहाँ पे तमाशा किया है, हमारा दिल दहल जाता था इनको देखकर। SIR ये वेल में उतर जाते थे। यहाँ पर इन लोगों ने डराना, धमकाना, धक्का मुक्की, ऐसा कोई इन्होंने किसी तरह की कोई बदतमीजी नहीं है जो एक भी दिन इन्होंने संसद भवन चलने नहीं दिया। हम जनता के प्रतिनिधि हैं, हम यहाँ पर उनकी आवाज लेकर आते हैं, हम कुछ सीखने आते हैं, हम नए सांसद हैं। इन्होंने संसद अगर पिछले 2-3 दिन को छोड़ा जाए तो साल पर शायद ही थोड़ा चलने दिया है। SIR कर करके इन्होंने यहाँ पे तमाशे किए, लेकिन अब जब इनको बोलने की बारी आई SIR पे, तो अध्यक्ष महोदय जी, हम देख रहे हैं कि कल लीडर ऑफ ऑपोजिशन राहुल गांधी जी ने, मुझे लगा क्या खुलासा होगा, हम भी बड़े उत्सुक थे, सारी साल हमने एक ही शब्द सुना है, अब ये क्या ग्रैंड रेवलेशन होगी। लेकिन राहुल गांधी जी जो लीडर ऑफ ऑपोजिशन है, उन्होंने कल जब कहा खादी है, खादी में धागे हैं, धागे में लोग हैं, लोगों के अंदर, उनको जब कहा गया कि आप पॉइंट की बात कीजिए, तो उन्होंने कहा कि मैं अपना फ्रेम कर रहा हूं, मैं अपना आर्ग्यूमेंट फ्रेम कर रहा हूं। और इतनी देर बाद जब वो फ्रेम करके पहुंचे, അതായത് പറഞ്ഞത് വേറൊന്നുമില്ല, ഞങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ ജനങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ആളുകളും കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് SIR എന്നും പറഞ്ഞിട്ട് എന്തിനാണ് ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞു. അതായത് ഖദറിൻ്റെ ഇടയിൽ നൂലുകൾ എന്താ പറയുക നെയ്യുന്ന പോലെ ജനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ഈ കഥകളൊക്കെ പറയുന്നത്? സത്യത്തിൽ രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞ എന്തായിരുന്നു? അതായത് പണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഖദറിൻ്റെ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നൂലുകൾ എങ്ങനെയാണ് ഇഴഞ്ഞിട്ടത്, അത്രയും അടുത്ത് ഒരു മതമോ മറ്റു ജാതിയോ ഒന്നും ഇല്ലാണ്ട് ഹിന്ദു മുസ്ലിം ഒക്കെ ഒരുമിച്ച് നിന്നിട്ടുള്ള അത്രയും അടുത്തിരുന്ന എന്താ ഒരു നാടിനെ RSS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘം അല്ലെങ്കിൽ RSS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാനര സംഘം ഇന്ന് ഇല്ലാണ്ടാക്കി, അവരുടെ ആ ജനങ്ങളുടെ ഇടയിലുള്ള സമത്വം സാഹോദര്യം ഒക്കെ RSS ഇല്ലാണ്ടാക്കി എന്നും പറഞ്ഞിട്ട് സംസാരിച്ച് അതിനാണ് കങ്കണ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഭവം സത്യത്തിൽ ഈ ആളുകൾ സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ പ്രതിപക്ഷത്തിലുള്ള ആളുകൾ വിവരമുള്ളവർ സംസാരിക്കുന്ന സമയത്ത് ഏതോ സിനിമാ ഗാനം ആലോചിച്ചിരിക്കും. അത് കഴിഞ്ഞ് വന്നിട്ട് പ്രസംഗിച്ചോളം പറയുമ്പോൾ ബബ്ബ അടിക്കുന്ന ഒരു പ്രത്യേക ജന്തു വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ പറഞ്ഞ കങ്കണമൊക്കെ. അങ്ങനെയാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് നേരെ അടുത്തതാണ് ഇതിനേക്കാൾ വലിയ മറ്റൊരു കോമഡി. ഒന്ന് കേട്ടു. अध्यक्ष जी, मैं एक महिला होने के नाते आपसे रिक्वेस्ट करना चाहती हूँ कि एवरी वुमन इज एंटाइटल्ड टू हर डिग्निटी। वो अंतर्राष्ट्रीय मूल की है, विदेशी महिला है, लेकिन उन्होंने कितनी बार आकर उन्होंने सोशल मीडिया पे कहा है कि मैं कभी भारत नहीं गई हूँ, मेरा हरियाणा चुनाव से कुछ लेना देना नहीं है। लेकिन फिर भी ये लोगों ने बिना किसी ठोस सबूत के
उनका यहाँ पे फोटो बना के उन्होंने उनको उछाला, यहाँ पे उनकी तस्वीर उछाली यहाँ पर और यहाँ पर प्लेक कार्ड यूज करना भी अलाउ नहीं है। इन्होंने फिर भी नियमों का उल्लंघन किया। मैं चाहती हूँ सबसे पहले तो मैं इस सदन की तरफ से उन महिला से बहुत ही माफी मांगती हूँ कि इस सदन में बिना कि उनकी आजकल जो पर्सनैलिटी राइट्स का भी एक बहुत बड़ा क्राइम होता है, उसके उपरांत उनका फोटो यहाँ यूज किया गया। मुझे बहुत खेद है। भारतीय संसद भवन की तरफ से हम उनसे माफी मांगते हैं। और ഇതാണ് ഏറ്റവും വലിയ കോമഡി ഇന്നലെ. അതായത് ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ രാഹുൽ ഗാന്ധി പൊക്കി കാണിച്ചു, അല്ലെങ്കിൽ ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ അവർ കാണിച്ചു, പ്ലക്കാർഡിൽ അവരുടെ ഫോട്ടോ കാണിച്ചു, നമ്മുടെ സൈബർ ഇടങ്ങളിൽ ഈ ഫോട്ടോ വന്നു. ഇതിനൊക്കെ ഉത്തരവാദിയാണ് രാഹുൽ ഗാന്ധി, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രതിപക്ഷം. ഇതിന് എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ സഭയ്ക്ക് വേണ്ടിയിട്ടും, അതായത് എൻ്റെ പാർലമെന്റിന് വേണ്ടിയിട്ടും എനിക്ക് ഒരുപാട് വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടായി. അതുകൊണ്ട് ഞാൻ ഇതാ മാപ്പ് ചോദിക്കുന്നു ആ പെൺകുട്ടിയോട്, അല്ലെങ്കിൽ ആ ഇന്റർനാഷണൽ വുമൺ, അതായത് ആ ഒരു നമ്മുടെ ഭാരത പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹിളകൾക്ക് എപ്പോഴും ഒരു റെസ്പെക്ട് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ആ പെണ്ണിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ മാപ്പ് ചോദിക്കുന്നു. എടി വാഴേ, ഈ പറഞ്ഞ ഫോട്ടോ കൊണ്ടുവന്നത് രാഹുൽ ഗാന്ധി അല്ല, നിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ. നിന്റെ എന്ന് പറയാൻ കാരണം എന്താ പറയുക, നിങ്ങളാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സെലക്ഷൻ കമ്മീഷനാക്കി മാറ്റിയിട്ടില്ല. അതുപോലെ നിന്നെ പോലത്തെ ഊളകൾ വെച്ചിട്ടുള്ള സെലക്ഷൻ കമ്മീഷനിൽ 22ഓളം വോട്ട്, അല്ലെങ്കിൽ 22ഓളം കള്ള വോട്ട് കുത്തിക്കയറ്റുന്ന സമയത്ത് ഈ പെണ്ണിന്റെ ഫോട്ടോ കൊണ്ടുവന്നത് പ്രതിപക്ഷമോ രാഹുൽ ഗാന്ധിയോ അല്ല എന്നുള്ളത് ഇന്ത്യക്കാർക്കറിയാം. ഈ ഫോട്ടോ അതിൽ കൊണ്ടിട്ട് ഇത് ഇത്രയും വലിയ 22 3 ആൾക്കാർ വോട്ടും ചെയ്ത് പലതരത്തിലുള്ള തട്ടിപ്പ് വെട്ടിപ്പുകൾ നടത്തി ഈ ഫോട്ടോ തന്നെ ഇവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിന്റെ പാർട്ടിയുടെയും നിന്റെ സെലക്ഷൻ കമ്മീഷനും വേണം മാപ്പ് പറയാൻ. നിങ്ങൾ മാപ്പ് പറയണം. അതല്ലാണ്ട് ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പാർലമെന്റിലെ മറ്റംഗങ്ങളോ ഒന്നുമല്ല, BJP കാട്ടുകള്ളന്മാരല്ല, വോട്ട് കള്ളന്മാർ മാപ്പ് പറയുക തന്നെ വേണം. അത് അങ്ങനെ പറയണ്ട. അല്ലാതെ നീ രാഹുൽ ഗാന്ധിയുടെ തലയിൽ കയറിട്ടോ അതല്ലെങ്കിൽ പാർലമെന്റിലെ പ്രതിപക്ഷത്തിന്റെ തലയിൽ കയറിട്ടോ കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് ചിന്തിക്കണം. ഇത്രക്ക് ബോധമേ ഈ പറഞ്ഞ ഐറ്റത്തിനൊക്കെ ഉള്ളൂ എന്നുള്ളതാണ്. നാളെ സിനിമയിൽ നാല് വെടിവഴിപാട് നടത്തുക എന്നല്ലാണ്ട് ഇവിടൊക്കെ വന്നിട്ട് ഇങ്ങനെ കുരയ്ക്കാൻ ബാക്കി കഴിഞ്ഞിട്ടില്ല. ഇവിടെ അങ്ങോട്ടാണ് അടുത്ത കോമഡി വരുന്നത്. ये देखिए, महिलाओं का हमेशा ये अपमान करते हैं, लेकिन हमारे प्रधानमंत्री चाहे बेटी बचाओ बेटी पढ़ाओ हो, महिलाओं को शौचालय देने से लेकर महिलाओं को गैस देने से लेकर महिलाओं को जो है वो छात्रवृत्ति न जाने कितनी ऐसी योजनाएं हैं। कांग्रेस वालों, शायद तुम लोग ये समझ नहीं पा रहे हो, EVMs हैक नहीं करते हैं प्रधानमंत्री लोगों के दिलों को हैक करते हैं. ഇവിടെ ഇട്ടിച്ച് കയറുന്ന പോലെ പ്രധാനമന്ത്രി EVM അല്ല ഹാക്ക് ചെയ്തത്. പ്രധാനമന്ത്രി ഹാക്ക് ചെയ്തത് എന്താണ്? ആളുകളുടെ മനസ്സാണ് ഹാക്ക് ചെയ്തത്. പ്രധാനമന്ത്രി ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് വേണ്ടി കക്കൂസുകൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നുള്ള ഒരു മുദ്രാവാക്യം കൊണ്ടുവന്നിട്ടുണ്ട്. അത് കറക്റ്റാ പറഞ്ഞത്. ഇപ്പോഴെങ്കിലും ആ തോന്നലുള്ളത് നല്ലതാണ്. ഈ പറഞ്ഞ ബ്രസീലിയൻ മോഡലിനൊക്കെ അങ്ങ് ബ്രസീൽ അല്ലെങ്കിൽ കണ്ട ഇന്റർനെറ്റ് എന്നുള്ള ഫോട്ടോസൊക്കെ എടുത്ത് കുത്തിക്കയറ്റി ഇമാതിരി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇതിൽ കയറ്റുന്ന സമയത്ത് കുറച്ച് ചിന്തിക്കണേ നല്ലായിരുന്നു. അതായത് ബേട്ടീനെ ഉണ്ടാക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. ഇന്റർനെറ്റിൽ നിന്ന് ഫോട്ടോ എടുത്ത് കുത്തി നമ്മൾ വോട്ടും എടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ കക്കൂസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ബ്രസീലിൽ പോയി നമ്മൾ കക്കൂസ് ഉണ്ടാക്കി കൊടുക്കുമോ എന്നുള്ളതും കൂടെ ഒന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പൊ ഇത്രയും വലിയൊരു ഊളയാണ് ഈ പറഞ്ഞ കങ്കണ എന്ന് മനസ്സിലായില്ല നിങ്ങൾക്ക്. അതായത് ഞാൻ പറയാം, സിനിമ ആ ഒരു വഴിക്ക് നടക്കട്ടെ, നല്ല നടിയാണ്, നടിക്കാരൊക്കെ നല്ലതാണ്. പക്ഷേ ഈ പറഞ്ഞ നടനം വന്നിട്ട് ഈ പാർലമെന്റിൽ നടത്തുമ്പോൾ അത് വലിയ വലിയ വിഡ്ഢിത്തങ്ങളായിട്ട് മാറും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളെ ഇവിടുന്ന്, അതായത് കങ്കണി നമ്മുടെ കേരളത്തിൽ നിന്ന് വിട്ടിട്ടുള്ള മറ്റൊരു വഴി. ഇപ്പം കലുങ്കുമ്മൽ ഇരിക്കാന്നല്ലാണ്ട് അവിടെ പറയുന്നത് ഒന്നൊന്നര വിഡ്ഢിത്തമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഇട്ടിരുന്നു അല്ലേ. അതെല്ലാം തീർന്നിട്ടില്ല. ഇനിയും കങ്കണയുടെ എന്താ പറയുക കണഗുണ വർത്താനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഇന്നലത്തെ അമിത്ഷായുടെ അതേ ടാക്ടിക് തന്നെയാണ് വീണ്ടും എടുത്തത്. അതായത് കാര്യങ്ങൾ ഇപ്പോഴത്തെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ, ഇപ്പോൾ നമ്മുടെ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അതിനൊക്കെ എന്തെങ്കിലും മറ്റേ ഉങ്കിലിയുടെ പരിപാടി അല്ലെങ്കിൽ മറ്റേ മോദിജി കാണിക്കുന്ന പോലത്തെ 4 ഫോട്ടോഷൂട്ടിന് പറ്റിയ 4 പോസ് കൊടുത്തിട്ട് എന്തെങ്കിലും വിഡ്ഢിത്തങ്ങൾ വിളിച്ച് പറയും. അല്ലെങ്കിൽ അതിനെതിരെ ചൂടാവുന്നില്ല. അമിത്ഷാ ചൂടായ പോലെ അങ്ങോട്ട് കിടന്ന് ചൂടാവുക, സാലേ കുത്തേ എന്ന് വിളിക്കാൻ ഭാഗ്യം, സാലയിലങ്ങ് നിർത്തി അത് കട്ട് ചെയ്യാനും പറ. ആ രംഗം നിങ്ങൾ കണ്ടിരുന്നല്ലേ അമിത്ഷായുടെ വായത് വീടത്. अब चुनाव आयोग ने तो निर्णय कर दिया, मगर मैं भी साहब थोड़ा ज्यादा सोचता हूँ. तो मैंने सोचा सलाह ये चुनाव आयोग कहता है कुछ नहीं हो रहा है, कुछ नहीं हो रहा है, तो ये लोग आरोप क्यों लगा? मान्यवर, मेरे शब्द कोई ऐसे हो तो काट दीजिए. काट दिया राहुल जी. और ये लोग दुहाई देते हैं कि वो जो
पुराने जमाने के दकियानूसी वो जो चिट कागज पे लिखकर जो मतदान होता था वो सबसे अच्छा था। ये लोग भूल गए वो दिन, आप लोग भूल गए वो दिन। इंदिरा गांधी वर्सेस राजनारायण का केस, उसको जो है इतिहास में The case that shook the nation के नाम से जाना जाता है। उस पर मैंने एक फिल्म भी बनाई हुई है। वोट चोरी और वोटों की धांधली के लिए एक प्रधानमंत्री पे एक साधारण से नेता ने केस किया था और उस धांधली में वो पकड़ी गई थी। हर उनका जो आरोप है उसमें सच सिद्ध किया गया था और रातों रात उनको कुर्सी छोड़ने के लिए कहा गया था और रातों रात जो है उनको ये आदेश दिया गया था कि आगे इतने सालों तक आप कभी जो है वो चुनाव लड़ नहीं सकते। ये धांधलियां इन्होंने करी हुई है और ये जो है उस टाइम के बैलेट बॉक्सों को उठाकर ले जाते थे ये लोग और आज कहते हैं कि इनको ईवीएम्स जो है वो हैक हो जाते हैं। अध्यक्ष महोदय जी, मैं इनको याद दिलाना चाहती हूँ, प्रियंका गांधी जी कहती हैं कि छोड़ो पुरानी बातें, हम पुरानी बातें नहीं करेंगे, हम पुराने लोगों के बारे में नहीं बोलेंगे। तो मैं ये जानना चाहती हूँ कि आपकी जो माता जी हैं वो तो आपकी अध्यक्ष है और इस वक्त की वो अध्यक्ष है। उनकी जो है आप देखिए, जब उनकी नागरिकता नहीं थी, जब उनके पास 1983 में नागरिकता आई, उसके कितने साल पहले से वो वोट देती आ रही हैं। तो ये जो इनका जो परिवार है, एंटाइटलमेंट से जो ग्रस्त ये इनका परिवार है, ये प्रियंका गांधी जी को भी याद रखना चाहिए। चाहे आपका भूतकाल हो, चाहे आपका वर्तमान हो, आप सब लोग, चाहे ईवीएम हो या चाहे कागज पे लिखा हो, जब आप लोगों के चरित्र में जो है किसी तरह की मर्यादा नहीं है, आप लोगों ने कभी भी इस देश का, यहाँ की कानून व्यवस्था का, संविधान का कभी आप लोगों ने सम्मान नहीं किया हुआ है। और अध्यक्ष महोदय जी, बिहार में जैसे ही एसआईआर आया, एसआईआर लागू हुआ, हमारी सरकार ने जो है कम से कम 60 लाख से ज्यादा अवैध, अब ये जो सारे अमाननीय वोट कार्ड है, ये सिर्फ घुसपैठियों के नहीं है। कुछ ऐसे लोग हैं जो माइग्रेट हो गए हैं, कुछ ऐसे भी लोग हैं जो इस दुनिया में है ही नहीं। 60 लाख से ज्यादा। और अगर वो लोग जेन्युइन थे तो उन्होंने, किसी ने तो रिक्वेस्ट करनी चाहिए थी कि भाई मेरा वोटर आईडी कैंसिल हुआ है। उसके उपरांत जो है 21 नए वोटर आईडी जो है उन्होंने दिए हैं। और ഇതൊക്കെയാണ് ഇവനെ പോലത്തെവരൊക്കെയാണ് അവിടെ പോയി ഇരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ ഗൃഹമന്ത്രി, അതായത് ഹോം മിനിസ്റ്ററാണ് കേട്ടോ. ആലോചിക്കണം, ഹോം മിനിസ്റ്ററിന്റെ അവസ്ഥ വായുന്നു അറിയാണ്ട് ആ ഒരു സംസ്കാരം പുറത്ത് കാണിച്ചു പോണതാണ്. അത് നല്ല എല്ലാവരും എടുത്ത് നല്ല രീതിയിൽ ട്രോളയിട്ടും ഉണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ ഇങ്ങനെ ബബ്ബടിക്കും, പഴയ കാര്യങ്ങൾ പറയും. അമിത്ഷാ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എന്തായാലും അതെ 1983 നമ്മുടെ സോണിയാഗാന്ധി ഇന്ത്യയിൽ വന്ന സമയത്ത് പൗരത്വം എടുക്കുന്നതിന് മുമ്പ് വോട്ട് ചെയ്തു. അതിനുള്ള തക്കതായ മറുപടി ഇന്നലെ രാഹുലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുള്ള മറുപടി ഇന്നലെ KC വേണുഗോപാൽ പച്ചക്ക് കൊടുത്തിട്ടുണ്ട്. അന്ന് സോണിയ വോട്ട് ചെയ്തു എന്നുള്ള എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങളെ കൊണ്ട് ഇവിടെ കൊണ്ടിടാൻ പറ്റുമോ? ഞാൻ വെല്ലുവിളിക്കാതെ പറഞ്ഞ് KC നല്ല കിഡലനായിട്ടാണ് അതിനുള്ള മറുപടി കൊടുത്തിരുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. വീണ്ടും അതിന്റെ റിപ്പീറ്റഡ് വേർഷൻ ആയിട്ട് നമ്മുടെ കണഗുണ പറയാൻ വരുന്നു. വന്നിട്ട് വീണ്ടും ഇതൊക്കെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സോണിയാഗാന്ധി ഒന്ന് വോട്ട് ചെയ്തിരുന്നില്ലേ, സോണിയാഗാന്ധി അത് ചെയ്തിരുന്നില്ലേ, അന്നത്തെ ഇന്ദിരാഗാന്ധിയും അതുപോലെ തന്നെ രാജ്നാരായണൻ തമ്മിലുള്ള കേസിന്റെ കാര്യങ്ങളും അന്നത്തെ ബാലറ്റ് പേപ്പറിൽ ഈ തിരിമറി നടത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കഥകൾ ഇങ്ങനെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കും. ഈ പറഞ്ഞ ഇന്ദിരാഗാന്ധി തോറ്റിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ജയം ജയിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ വെടിയേറ്റ് മരിച്ച ആളാന്ന് പോലും വിവരമില്ലാത്ത വിവരദോഷിക്ക് അറിയില്ല. അതിൻ്റെ ഇടയിൽ കൂടെ തൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ ഫിലിം, ഇന്ദിരാഗാന്ധിയായിട്ട് അഭിനയിച്ചൊരു ഫിലിം വന്ന് നെറ്റ്ഫ്ലിക്സിലാണെങ്കിലും സിനിമയിലാണെങ്കിലും എവിടെയും പൊട്ടിപ്പൊളിച്ച ഫിലിമിൻ്റെ ഒരു ചെറുതായിട്ട് ഒരു വേർഷൻ ഓഫ് എന്താ പറയുക അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ നോക്കി. പക്ഷെ അതും പാളിപ്പോയി. ഇന്നലെ കങ്കണ റൗത്തിന് ഏറ്റവും അവസാനം ഇതൊക്കെ പറഞ്ഞ് ഈ വിഡിത്തങ്ങളൊക്കെ പറഞ്ഞു വന്നു. സത്യത്തിൽ ഈ ചരിത്രമൊക്കെ പരിശോധിക്കാൻ പോയിരുന്നല്ലോ. നമ്മുടെ മോദിജിയൊക്കെ ഗുജറാത്ത് കാണിച്ചു കൂട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഗുജറാത്ത് കലാപം അടക്കം ഓരോന്ന് എടുത്തിട്ട് കഴിഞ്ഞാലല്ലോ ചൂളിപ്പോകും. 10-20 വർഷം അതിൻ്റെ കേസ് നടന്ന അവസാനം പ്രധാനമന്ത്രി ആയതിനു ശേഷം ആ കേസ് ഊരിപ്പോന്ന ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് ഇവിടെ പച്ചക്കൾ എല്ലാവർക്കും വരാം. അത് മറക്കുന്നത് BJP അതല്ലെങ്കിൽ RSS സംഘപരിവാർ വാനര കൂട്ടങ്ങളാണെന്നുള്ളതും എല്ലാവർക്കും വരാം. അപ്പം അതുകൊണ്ട് ചരിത്രം കണ്ട് എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, ചരിത്രമേ ഇല്ലാത്ത RSS BJP അതായത് ഷൂ നക്കികളായിട്ടുള്ള 50 കൊല്ലത്തോളം ഇന്ത്യയുടെ പതാക പോലും സമ്മതിച്ച് തരാണ്ട് കാവിക്കൊടി പൊക്കി, ആ കാവിക്കൊടി അഴിച്ച് അവിടെ ഒരാൾ ഇന്ത്യയുടെ പതാക വെച്ചപ്പോൾ അതിനെതിരെ FIR ഇട്ടെ, ഇന്ത്യയുടെ ജനഗണമന ഭാരതഗീതം നമ്മുടെ ഗീതം അല്ലെങ്കിൽ നാഷണൽ ആന്തം പോലും സമ്മതിച്ചു കൊടുക്കാണ്ട് ഇപ്പോഴും RSS ഗണഗീതം പാടിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പവിത്ര ചരിത്രം എല്ലാം കൂടെ പുറത്തോട്ട് വലിച്ചിട്ടാലുണ്ടല്ലോ നാറ്റ കേസായിരിക്കും. അത് കോൺഗ്രസും അതല്ലെങ്കിൽ പ്രതിപക്ഷം ഇത്രയും കാലം ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ഇപ്പം രാഷ്ട്രീയം പറയാനില്ല അല്ലെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ പറയാനില്ലാത്തതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പഴയ ചരിത്രം പലതും ഉണ്ടാക്കി വളച്ചൊടിച്ച ചരിത്രങ്ങൾ ഇതേപോലെ സോണിയാഗാന്ധിയുടെ വോട്ടും ഇന്ദിരാഗാന്ധിയുടെ വോട്ടും ഒക്കെ പുറത്തോട്ടിടും. അതല്ലാണ്ട് മാപ്പാന്ന് പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് നിങ്ങളുടെ ഓരോ നേതാവ്, നിങ്ങളുടെ തലതൊട്ടപ്പനായിട്ടുള്ള നമ്മുടെ ലോങ് താടി മുതൽ ഇതുവരെ ഇതുപോലത്തെ ചെറിയ കീടങ്ങൾ വരെ സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ പാർലമെന്റിലെ ഡിസ്കഷൻസാണ് നടക്കുന്നത്. നമ്മളൊക്കെ ഓരോ വോട്ട് ചെയ്തിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഇങ്ങനത്തെ കുറെ വാനരന്മാരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അവിടെ കിടന്ന് ഈ കൊണഗീതം പാടുക എന്നല്ലാണ്ട് വേറെ ഒന്നിനും ഇവന്മാരെ കൊണ്ട് പറ്റുന്നില്ല. നമ്മളൊക്കെ പറ്റിച്ച് ജീവിക്കുന്നു.
അതിൽ പറ്റിപ്പോകുന്ന ഒരു കൂട്ടം വാനര സംഖ്യകൾ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് പിടിച്ചു നിൽക്കുന്നു. കൂട്ടത്തിൽ വോട്ടുകളവും മറ്റെല്ലാ രീതിയിലുള്ള കള്ളത്തരങ്ങളും ഒരു വശത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് അവസാനം കയറി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, 1 നേഷൻ 1 ഇലക്ഷൻ എന്നുള്ളതിൻ്റെ ഒരു അഡ്വർടൈസ്മെന്റും കൂടെ നമ്മുടെ കങ്കണാജി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കേട്ടോ. അതിൻ്റെ ഒരു പോർഷൻ അത്. इस तरह का एक माहौल बना बिहार में कि आज तक की सबसे ज्यादा वोटिंग जो है 67% वोटिंग हुई. नागरिकों में ये उत्साह जगा कि जो है इस तरह की जो क्लेंजिंग प्रोसेस है वो होना चाहिए. मैं एक देशभक्त होने के नाते अध्यक्ष महोदय जी मैं ये प्रपोज करना चाहती हूँ कि हमारे देश में जो है हमेशा महीने 2 महीने बाद हम हमारे जो शीर्ष नेतृत्व हो गए, सारे अधिकारी हो गए, हमारे जितने भी रिसोर्सेज हैं, हम लोग उनको हर महीने 2 महीने में इलेक्शंस में जो है पुश कर देते हैं. इससे हमारे देश का बहुत ही भारी नुकसान होता है. और मैं ये चाहूंगी कि 1 नेशन 1 इलेक्शन जो नरेंद्र मोदी प्रधानमंत्री जी जो कहते हैं कि एक वोटिंग जो है डेमोक्रेसी के उत्सव के रूप में, जैसे कि दिवाली होती है, होली होती है, उस रूप में मनाया जाए. क्योंकि ये सिर्फ सरकार का ही नुकसान नहीं है, 10,000 करोड़ से ज्यादा का जो नुकसान होता है सिर्फ वही नहीं है, लेकिन मुझे लगता है कि धीरे धीरे हमारे जो नागरिक भी है उनमें जो वोटिंग फटीक है, बार बार उन्हें जागरूक करना, बार बार कई जगहों से जहां वो काम करते हैं वहां से उनको ट्रैवल करके अपने नेटिव प्लेसेस पे आना और बार बार मार्केटिंग करके, इट इज एग्जॉस्टिंग फॉर द होल इकोसिस्टम. तो मैं ये प्रपोज करना चाहती हूँ कि 1 नेशन 1 इलेक्शन को लाया जाए और ये जो भी हमें जिस तरह की जो असुविधा होती है हर महीने 2 महीने में इलेक्शंस की, उससे जो है हम बच सकते हैं. जय हिंद. കണ്ടില്ലേ നിങ്ങൾ അവസാനം ഇതിലോട്ട് എത്തുന്നത്? അവസാനം 1 നേഷൻ 1 ഇലക്ഷൻ. ഇവിടെ 1 നേഷൻ പല ഇലക്ഷൻ ആയിട്ട് തന്നെ തിരുമറിയുടെ അഴിമേരി കളി അവിടെ. അതിൻ്റെ ഇടക്ക് 1 നേഷൻ 1 ഇലക്ഷൻ ആയി കഴിഞ്ഞാൽ ലവന്മാർ ഈ രാജ്യം കുട്ടിച്ചോറൊക്കെ കയ്യിലായിട്ട് വെച്ചിരും. അതുറപ്പാ.